നിസ്കാരം ജീവിതത്തിൻ്റെ ഒരു ആനന്ദമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. ഇത് ബോധിച്ചവർക്ക്, അനുഭവിച്ചവർക്ക് രാത്രികാലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. തഹജ്ജുദിന് ഒരു മധുരമുണ്ട്, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം മുഅ്മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോൾ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, രാത്രികാലങ്ങളിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും. പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ തരും, രോഗങ്ങൾ വരാതിരിക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്, സ്വർഗമാണ് അതിൻ്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി നിസ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ബ്രഷ് ചെയ്യാതെ ആയിരിക്കും നിസ്കരിക്കാൻ പോവാം. ഒരു കാര്യം ചെയ്യണം, ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുന്നത് സുന്നത്താണ്. എല്ലാ ഫാത്തിമമാരോടും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ പേരല്ലേ നമ്മുടെ പേര്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ തലേന്ന് വസിയത്ത് ചെയ്തത് തന്നെ എന്താണെന്നറിയോ? നാളെ ഞാൻ മരണപ്പെട്ടാൽ രാത്രി കബറടക്കിയാൽ മതി. രാത്രി ഇരുട്ടിൽ കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ ആരും കാണൂലല്ലോ. ഇതാരെ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഉപ്പ. അല്ലാഹു പറഞ്ഞ നിയമങ്ങളെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈമാനായി കൊണ്ടുപോകും. അതിൽ പെൺകുട്ടികളോട് പറയാനേ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ ഷോൾഡറിലാണ് വാങ്ങിച്ചത്. അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ്. എന്നെ അള്ളാഹു അത്രയും ബഹുമാനിച്ചു, ഞാൻ അധ്വാനിക്കേണ്ട. ഒരു പുരുഷൻ അധ്വാനിച്ചിട്ട് ഒരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. പെണ്ണുങ്ങൾ അതൊരു ഇൻഫീരിയറായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇല്ലായിരിക്കില്ല. ഞാനൊന്ന് പഠിക്കട്ടെ, ഒരു ജോലി കിട്ടട്ടെ, ഓക്കെ, ഞാനൊന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ ആവട്ടെ, എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം. അത് വേണ്ട പെങ്ങളെ, അത് കുറ്റകരമാണ്. അങ്ങനെയല്ല പുണ്യനിബിധങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീ ബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ, നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീട്ടിക്കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല. നീ ജോലിക്ക് പോയി അവിടെ മക്കൾ നോക്കിക്കോളാം, അത് പുരുഷൻ പറയാൻ പാടില്ല. അവൻ ജോലിക്ക് പോകണം. ആര് പറയാൻ ഞാൻ പഠിച്ച കോഴ്സല്ലേ, ഒരു ജോബ് അവിടെ ഉണ്ട്, വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കല്ലേ, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ അവർക്ക് പോകാം. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജൂതന്മാരെ 10,000-കണക്കിന് ജൂതന്മാരെ കൊന്നാളാണ്. അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ മെയിൻ കാംപ് അഥവാ എൻ്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ല. ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത്. കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണത്. മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരിച്ചു കൊടുക്കുക. മക്കൾ സ്കൂളിലോ വേറെ എവിടെയെങ്കിലൊക്കെ പോയാൽ, നീ അത് ചെയ്തത് തീർച്ചയായും അങ്ങനെ ഉണ്ടാക്കിക്കൽ, എന്താണ് കുട്ടികളല്ലേ, എന്താണ് നീ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്തത്, അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് ടീമുണ്ടാവും, അവരിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത്. ഇത് വെറും ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത്. ഇവിടെ എത്ര മണിക്കാണ് കുട്ടികൾ സ്കൂളിൽ പോകും? ഓക്കെ, 8 മണിക്ക്. അപ്പോൾ 8 മണിക്ക് പിള്ളേർ സ്കൂളിൽ പോയതിനു ശേഷം നിങ്ങൾ ഭാര്യ ഭർത്താവ് കൂടി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത്, ചൂടാവേണ്ടത് അത് ചെയ്യാം. മക്കളും അങ്ങനെ ചെയ്യരുത്. അതെപ്പോൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർക്കൊരു പരുപരുക്കൻ സ്വഭാവം ഉണ്ടാകും. അഡോൾഫ് ഹിറ്റ്ലർ എന്ന മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നത് തന്നെ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന തെറ്റാണ് ലഹരി എന്ന് പറയുന്നത്. ഇത് വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞു, ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് നിനക്ക് അല്ലാഹു ജൗഹറായി വിലപിടിപ്പുള്ള വസ്തുവായിട്ട് തന്ന ബുദ്ധി. ആ ബുദ്ധിനെ ഡിലീറ്റ് ആക്കുന്ന സാധനല്ലേ മോനെ ലഹരി. ആ ലഹരിയുടെ തെറ്റ് അത് തന്നെ പോലെ. ലഹരി ഉപയോഗിച്ചയാൾക്ക് ഏത് തെറ്റ് ചെയ്യാനും മടിയുണ്ടാവില്ല. ഒരാളെ പിടിച്ചുകൊണ്ടുപോയി വേറൊരാൾ, എന്നിട്ട് പറഞ്ഞു ഒന്നിക്കിൽ നീ ഈ പെണ്ണിനെ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിഞ്ചു പെയ്തലിനെ കൊല്ലണം, അല്ലെങ്കിൽ ആ മുസ്ഹഫ് എടുത്ത് കത്തിക്കണം, അതും അല്ലെങ്കിൽ മദ്യം കഴിക്കണം. ഇയാൾ വിചാരിച്ചു, ഒരു പിഞ്ചു പെയ്തലിനെ കൊല്ലാനോ, സഹിക്കാൻ പറ്റൂല. ഇയാളെ വ്യഭിചരിക്കാനോ, ഈ പെണ്ണിനെ എത്ര വൃത്തികെട്ട തെറ്റാ, മുസ്ഹഫ് കത്തിക്കാനോ, ഞാൻ എന്തിനാ പിന്നെ ജീവിക്കുന്നത്? ഏറ്റവും ലഘുവായത് കള്ളുകുടിക്കലാണല്ലോ എന്ന് കരുതി അയാൾ കുടിച്ചു.
ബാക്കി 3 തെറ്റും അയാൾ ലഹരിയിൽ അമർന്ന് ചെയ്യുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖംറു വൽ ഖബായിസ്. എല്ലാ തെറ്റിന്റെയും ലീഡറാണ് ലഹരി എന്ന് പറഞ്ഞത്. എല്ലാ തെറ്റിന്റെയും ലീഡറാണ് ലഹരി എന്ന് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണെന്ന് പുതിയ കാലത്ത് വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പുറത്തെത്തിയാൽ അടിച്ച് ചാമ്പലാക്കുമെന്ന് വിളിച്ചു പറയാൻ മാത്രം കുട്ടികൾക്ക് ധൈര്യം കിട്ടാനുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോഴെല്ലാം രക്ഷപ്പെടാനും വിജയിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ. ഇസ്ലാം നമുക്ക് വന്നൊരു വരയുണ്ട്. ആ വരന്റെ അപ്പുറത്ത് നമ്മൾ